ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോഗ്രാമിലെ OBA ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ ഔട്ട്കം ബേസ്ഡ് OBAനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഷോർട്ടായി ഡിസ്കസ് ചെയ്യാം. അതിനെ 7 സ്റ്റെപ്സ് ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 1 by 1 ഡിസ്കസ് ചെയ്യാം. ഓക്കെ. OBAനെ പറ്റി പറയുകയാണെങ്കിൽ OBA നമുക്ക് ഒരു നോൺ റെക്കഗ്നൈസ്ഡ് കൺട്രീസിലുള്ള നഴ്സസിനാണ് OBA ചെയ്യേണ്ടത്. അതായത് നോൺ റെക്കഗ്നൈസ്ഡ് കൺട്രീസ്, ഇന്ത്യ, ഫിലിപ്പൈൻസ്, നേപ്പാൾ അങ്ങനെയുള്ള കൺട്രികളാണ് നോൺ റെക്കഗ്നൈസ്ഡ് കൺട്രീസ്. നമ്മൾക്കാണ് അത് OBA ത്രൂ രജിസ്ട്രേഷൻ പ്രൊസീജിയർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് 7 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്സ് നമുക്ക് സെൽഫ് ചെക്ക് എന്നൊരു സിസ്റ്റം എടുക്കാം. സെൽഫ് ചെക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതൊരു ഇനീഷ്യൽ രജിസ്ട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ സെൽഫ് ചെക്ക് ചെയ്യുമ്പോൾ ആപ്രയുടെ സൈറ്റിൽ പോയിട്ട് സെൽഫ് ചെക്ക് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും, അതായത് എല്ലാ സെൽഫ് ചെക്കിനുള്ള ആപ്ലിക്കേഷൻ ക്ലിയർ ആയിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്, പോയിന്റ് നമ്പർ 2, ആ സെൽഫ് ചെക്കിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതായത് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ്, നഴ്സിംഗ് രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതേപോലെ ID, പാസ്പോർട്ട് കോപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, എന്നിട്ട് അതിന് സെൽഫ് ചെക്കിന് ഒരു $640 ഫീസും അടയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവരുടെ അസസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു എലിജിബിലിറ്റി ലെറ്റർ ഇഷ്യൂ ചെയ്യും. ഓക്കെ, എലിജിബിലിറ്റി ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഓറിയൻറ്റേഷൻ പാർട്ട് 1. ടോട്ടൽ പ്രൊസീജിയറിനെ 2 ഓറിയൻറ്റേഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓറിയൻറ്റേഷൻ പാർട്ട് 1 ആൻഡ് ഓറിയൻറ്റേഷൻ പാർട്ട് 2. ഓക്കെ, ഓറിയൻറ്റേഷൻ പാർട്ട് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻറ്റ് കഴിഞ്ഞ് എലിജിബിലിറ്റി ലെറ്റർ കിട്ടി കഴിഞ്ഞ ഒരു അപ്ലിക്കൻറ്റിന് ഓറിയൻറ്റേഷൻ പാർട്ട് 1 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓറിയൻറ്റേഷൻ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ അതൊരു ഓൺലൈൻ ലേണിംഗ് മോഡ്യൂളാണ്. അതൊരു ഓൺലൈൻ ലേണിംഗ് മോഡ്യൂളാണ്. അത് നിങ്ങൾ ഓൺലൈനിൽ ചെയ്യണം. അത് ഓസ്ട്രേലിയൻ ഹെൽത്ത് കെയർ ആൻഡ് നഴ്സിങ്ങിനെ പറ്റിയിട്ടാണ് നമുക്കതിൽ നോളജ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ മോഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് പാർട്ട് 1 തന്നെ ഓറിയൻറ്റേഷൻ പാർട്ട് 1 സെക്കൻഡ് സ്റ്റെപ്പായ എൻക്ലക്സ് ചെയ്യാൻ പറ്റും. എൻക്ലക്സ് എല്ലാവർക്കും അറിയാമല്ലോ. എൻക്ലക്സ് ഒരു ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് മൾട്ടി ചോയ്സ് എക്സാമാണ്. അത് ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, അതായത് നിങ്ങളുടെ നഴ്സിംഗ് നോളജാണ് അതിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നഴ്സിംഗ് നോളജ് ചെക്ക് ചെയ്യുന്നു. അതേപോലെ ഇതിൻ്റെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് പിയേഴ്സൺ ടെസ്റ്റ് സെൻറ്റേഴ്സാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും, ഇപ്പോൾ എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ലോകത്ത് എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, അവിടെ നിന്നും നിങ്ങൾക്ക് പിയേഴ്സൺ ടെസ്റ്റ് സെൻറ്ററിൽ പോയിട്ട്, അതായത് ബുക്കിംഗ് അനുസരിച്ച് ബുക്ക് ചെയ്യണം. എന്നതിന് ശേഷം നിങ്ങൾക്ക് പിയേഴ്സൺ ടെസ്റ്റ് സെൻറ്ററിൽ പോയിട്ട് എൻക്ലക്സ് ടെസ്റ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഫീസ് വരുന്നത് $350, ഒരു $350 അതിന് ഫീസ് അവർ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, എൻക്ലക്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻക്ലക്സ് അപ്പോൾ 4th പോയിൻ്റാണ്. ഓക്കെ, എൻക്ലക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5th പോയിന്റിലേക്ക് എൻ്റർ ചെയ്യാം. 5th പോയിന്റ് ഓസ്കിയാണ്. ഓക്കെ, ഓസ്കി അറിയാലോ, ഓസ്ട്രേലിയയിൽ വന്നിട്ട് തന്നെ ചെയ്യേണ്ടതാണ് ഓസ്കി. അത് നിങ്ങളുടെ ക്ലിനിക്കൽ, നിങ്ങളുടെ സ്കില്ലാണ്, നഴ്സിംഗ് സ്കില്ലാണ് അതിനെ ചെക്ക് ചെയ്യുന്നത്. അതൊരു പ്രാക്ടിക്കൽ എക്സാമാണ്. ഓക്കെ, ഇത് നമ്മളുടെ ഒരു സിമുലേറ്റഡ് എൻവയറമെൻറ്റിൽ ടെസ്റ്റ് എടുക്കും. ഒരു സിമുലേറ്റർ എൻവയറമെൻറ്റിലാണ് നമ്മൾക്ക് ഈ ഓസ്കിയുടെ ടെസ്റ്റ് എടുക്കുന്നത്. അത് ഓസ്ട്രേലിയൻ ഹെൽത്ത് സിമുലേഷൻ സെൻ്ററാണ് അതിൻ്റെ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ഹെൽത്ത് സിമുലേഷൻ സെൻറ്റേഴ്സാണ്. ഓസ്ട്രേലിയൻ ഹെൽത്ത് സിമുലേഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് സൗത്ത് ഓസ്ട്രേലിയ, അതായത് അഡ്ലെയ്ഡിലും മെൽബണിലും 2 ടെസ്റ്റ് സെൻറ്റേഴ്സ് മാത്രമേ അറ്റ് ദിസ് ടൈം ഓസ്ട്രേലിയയിൽ അവൈലബിൾ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻക്ലക്സ് കഴിഞ്ഞ് ഒരു ആപ്ലിക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓസ്കി ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഒന്നുകിൽ അഡ്ലെയ്ഡ് അല്ലെങ്കിൽ മെൽബൺ, ഏതെങ്കിലും ഒരു സിറ്റിയിലേക്കായിരിക്കും.
അവിടെ ഇപ്പോൾ ഒരു സിമുലേറ്റഡ് എൻവയറമെൻറ്റിൽ ഒരു ടെസ്റ്റ് സെൻറ്റർ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഓസ്കി ടെസ്റ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ അതിൽ ഓസ്കിയുടെ നിങ്ങളെ നഴ്സിംഗ് സ്കില്ലാണ്, ഓക്കെ, നഴ്സിംഗ് സ്കിൽസാണ് അതിൽ അസസ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ക്ലിയർ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാതെയും ഓസ്കി അറ്റൻഡ് ചെയ്യാം, പക്ഷേ ഒരു പ്രാക്ടീസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓസ്ട്രേലിയയിൽ നിന്നും ഓൺലൈൻ പ്രാക്ടീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. എൻക്ലെക്സ് ആൻഡ് ഓസ്കി ഒരു പാക്കേജായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്, അത് അവൈലബിൾ ആണ്. ആവശ്യമുള്ള ഏതെങ്കിലും ആപ്ലിക്കൻ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് നമ്മളുടെ ആപ്ലിക്കൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് പോലെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അതിനുള്ള ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഏജൻസിക്ക് അയച്ചു കൊടുക്കാം. ഓസ്ട്രേലിയയിൽ നിന്നും അവർ ഓൺലൈൻ ട്രെയിനിങ് തരും, എൻക്ലെക്സിനും ഓസ്കിക്കും ട്രെയിനിങ് തരും. നിങ്ങൾക്ക് എക്സാമിൻ്റെ മുന്നേ ഒരു 2 ആഴ്ച മുന്നേ ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്കിയുടെ അത് ഓഫ്ലൈൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസും അവരവിടെ നിന്ന് തരും. ഓക്കെ, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. അതിനുള്ള ലാബും കാര്യങ്ങളെല്ലാം റെഡിയാണ്. ഇപ്പോൾ ഓൺഗോയിങ് സെൻറ്റേഴ്സാണ് നമ്മൾ അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഓസ്കി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5th വൺ കഴിഞ്ഞാൽ ഓസ്കി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾമോസ്റ്റ് നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് നഴ്സിംഗിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ദെൻ യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഓറിയൻറ്റേഷൻ പാർട്ട് 2. ഓക്കെ, ഓറിയൻറ്റേഷൻ പാർട്ട് 2 തുടങ്ങുന്നത് തന്നെ ഒരു ഓൺലൈൻ മോഡ്യൂളാണ്. അത് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് പ്രാക്ടീസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓൺലൈൻ ഓറിയൻറ്റേഷൻ പാർട്ട് 2 ഓൺലൈൻ മോഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എങ്ങനെ ഒരു നഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലേൺ ചെയ്യാൻ പറ്റും. അത് 6ാമത്തെ പോയിൻ്റാണ്. ഓക്കെ, ആ ഓൺലൈൻ മോഡ്യൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 7ാമത്തെ പോയിൻ്റാണ്. 7ാമത്തെ പോയിൻ്റ് ലാസ്റ്റാണ്. കാരണം അത് നിങ്ങൾ ആപ്രയിൽ നിങ്ങൾ രജിസ്ട്രേഷന് ഉള്ള ഡോക്യുമെൻറ്റേഷൻ, അതായത് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യണം. ആപ്ര നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യണം, രജിസ്റ്റേർഡ് നഴ്സിൻ്റെ നമ്പർ തരണം. അപ്പോൾ ഈ ഓസ്കി വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് അതിനുശേഷമുള്ള ഓൺലൈൻ മോഡ്യൂൾ കഴിഞ്ഞ് അതിൽ നിന്നും നിങ്ങൾ ഓസ്ട്രേലിയൻ നഴ്സിംഗ് പ്രാക്ടീസ് എങ്ങനെയാണെന്നുള്ളത് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ നഴ്സിന് ആപ്രയിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന ഈ സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് പ്രസൻറ്റ് ചെയ്യണം. IELTS, OET, PTE അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ആപ്ര അക്സെപ്റ്റഡ് ആണ്. ഓക്കെ, അതിനുള്ള റിക്വയർമെൻറ്റ് സ്കോർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിംഗ് 6.5, ഓൾ അതേഴ്സ് B. ഓക്കെ, ക്ലബിംഗ് സ്കോർ അക്സെപ്റ്റഡ് ആണ്. വിതിൻ 1 ഇയറിൽ 2 ക്ലബിംഗ്, അതായത് വിതിൻ 1 ഇയറിലുള്ള 2 സർട്ടിഫിക്കറ്റ്സ് ക്ലബ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കോർ ഫൈൻഡ് ചെയ്യുന്നതിന് നോ പ്രോബ്ലം. പക്ഷേ ഒരു മോഡ്യൂളിലും 6.5-ൽ താഴെ പോകാൻ പാടില്ല. ഓക്കെ, ഇതാണ് ആപ്രയുടെ ലാംഗ്വേജ് കണ്ടീഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആപ്രേനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫൈനൽ സ്റ്റെപ്പ് 7th സ്റ്റെപ്പ് ആപ്രേനെ അപ്രോച്ച് ചെയ്യുന്നതാണ്. ആപ്രയ്ക്കുള്ള രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രസൻറ്റ് ചെയ്യണം. നിങ്ങളുടെ PCC അല്ലെങ്കിൽ നമുക്ക് 2ാമത്തെ പോയിന്റ് ആയിട്ടുള്ളെങ്കിൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് സബ്മിറ്റ് ചെയ്യണം. ഹെൽത്ത് ഡിക്ലറേഷൻ കൊടുക്കണം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിൻ്റെ കൂടെ നിങ്ങളുടെ പാസ്പോർട്ട്, ID, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ എലിജിബിലിറ്റി ലെറ്റർ, ഓസ്കിയുടെ സർട്ടിഫിക്കറ്റ്, ദെൻ എൻക്ലെക്സിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ അപ്രോച്ച് ചെയ്യണം. എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യണം ആപ്രയിലേക്ക്. എന്നിട്ട് ഒരു $503 ഓസ്ട്രേലിയൻ ഡോളർ ഫീസും അടച്ചു കഴിഞ്ഞാൽ ഒരു വിതിൻ 3 വീക്സ് ആപ്ര നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. സോ അപ്പോൾ ആ സമയം മുതൽ നിങ്ങൾ ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് നേഴ്സായി മാറും. ഓക്കെ, പിന്നീട് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ടൈം വൈസ് റിന്യൂവൽ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, ഈ ഒരു 7 സ്റ്റെപ്സാണ് OBA ഔട്ട്കം ബേസ്ഡ് അസസ്മെൻറ്റ്സിന് പറയാനുള്ളത്. OBA വേണ്ടത് നോൺ റെക്കഗ്നൈസ്ഡ് കൺട്രീസിലെ നഴ്സസിന് മാത്രമേ വേണ്ടുള്ളൂ, നോ പ്രോബ്ലം. ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടാത്ത നഴ്സ് ആരാണോ അവർക്ക് മാത്രമേ OBA അപ്ലിക്കബിൾ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വേണ്ട ഒരു കാര്യം, റെക്കഗ്നൈസ്ഡ് കൺട്രീസിലെ, അതായത് UK, അയർലൻഡ് അങ്ങനെയുള്ള കൺട്രികളിലെ നഴ്സസിന് ഡിഗ്രി, അവിടുത്തെ ഡിഗ്രി Jan 1st 2017 ശേഷമുള്ള ഡിഗ്രി മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഓസ്ട്രേലിയയിൽ.
അത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വരെയുള്ള 2017 മുന്നേയുള്ള അത്തരം റെക്കഗ്നൈസ്ഡ് കൺട്രീസിലെ ഡിഗ്രികൾ ഓസ്ട്രേലിയ ലെവൽ 6-ലായിരുന്നു കീപ്പ് ചെയ്തിരുന്നത്. ലെവൽ 6 നോട്ട് എലിജിബിൾ ഫോർ രജിസ്ട്രേഷനാണ്. ഓക്കെ, ലെവൽ 7 വേണം. അപ്പം അതുകൊണ്ട് ഇന്ത്യ, ഫിലിപ്പൈൻ അങ്ങനെയുള്ള കൺട്രികൾ, നോൺ റെക്കഗ്നൈസ്ഡ് കൺട്രീസിലെ BSc ഓർ മാസ്റ്റേഴ്സ് ഓർ പോസ്റ്റ് BSc ഡിഗ്രികൾ എപ്പോഴും അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് 2017 എന്ന ഒരു ഇയർ ബാർ അവിടെ അപ്ലിക്കബിൾ അല്ല. നമ്മൾക്ക് ഏതൊരു വർഷത്തെ അതിൻ്റെ മുന്നുള്ള 2017 മുന്നുള്ള ഡിഗ്രിയും ഏത് ഡിഗ്രിയും അക്സെപ്റ്റഡ് ആണ്. ബിക്കോസ് നമ്മളുടെ ഡിഗ്രീസ് എല്ലാം ഇവിടെ ഓസ്ട്രേലിയ ലെവൽ 7-ലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെയുള്ള പ്രോബ്ലംസും ഡൗട്ടുകളൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഈ OBA, അതേപോലെ OBA പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനോ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും നേഴ്സസ് ഉണ്ടെങ്കിൽ എന്നോട് എനിക്ക് വാട്സപ്പ് ചെയ്യാം. എല്ലാ ഫർദർ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്നും ഡയറക്റ്റ് NCLEX ആൻഡ് OSCE ട്രെയിനിങ് അവൈലബിൾ ആണ്. ഓക്കെ, ആവശ്യമുള്ള അപ്ലിക്കൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, വാട്സപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ഫർദർ മറ്റൊരു വീഡിയോയുമായി see you next time. Okay, thank you, bye bye.